നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഏനാഹം വീര്യശുൽക്കേണ, ആരാണോ എന്നെ വീര്യശുൽക്കയെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇങ്ങനെ ഒരു കച്ചവടച്ചരക്ക് പോലെ സ്വയംവര പന്തലിൽ നിർത്തിയത്, ആ പിതാവിനെ ഞാൻ നിന്ദിക്കുന്നു. ശുൽക്കം വാങ്ങിക്കൊണ്ട് കന്യകയെ കൊടുക്കുന്നു. അപ്പോൾ അതൊരു തരം കച്ചവടമാണ്. വീര്യമാകുന്ന ശുൽക്കം വാങ്ങി കന്യകയെ കൊടുക്കുന്നു. ഞാൻ വീര്യശുൽക്ക എന്ന് പ്രഖ്യാപിച്ചിട്ട് എന്നെ സ്വയംവര പന്തലിൽ നിർത്തി എൻ്റെ പിതാവ്, ഒരു കച്ചവടച്ചരക്ക് പോലെ. അങ്ങനെയുള്ള ബുദ്ധിഹീനനായ എൻ്റെ പിതാവിനെ ഞാൻ നിന്ദിക്കുന്നു. ദിക്മാം ദിക് ശാൽവരാജാനം, എന്നെ ഞാൻ നിന്ദിക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ ആ തേരിൽ നിന്നിട്ട് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. എന്നാൽ പിതാവിനോട് താൻ നേരത്തെ പറയണമായിരുന്നു എന്നുള്ള കാര്യം അമ്പ ഓർക്കുന്നേയില്ല. അങ്ങനെ അമ്പ ചിന്തിക്കുന്നതായിട്ട് മഹാഭാരതത്തിലില്ല. പക്ഷേ താൻ എന്തുകൊണ്ട് ആ യുദ്ധത്തിനിടയിൽ തേരിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്നുള്ളത് ചിന്തിക്കുന്നു അവൾ. അത് തൻ്റെ കുറ്റമായി കാണുന്നു. അതാണ് ദിഗ്മാം ദിക് ശാൽവരാജാനം, ശാൽവരാജാവിനെ നിന്ദിക്കുന്നു. എന്താ? ഭീഷ്മനെ ഭയക്കുന്ന ശാൽവനെ ഞാൻ നിന്ദിക്കുന്നു. ഒരു പുരുഷൻ അങ്ങനെ ഭയക്കാൻ പാടുണ്ടോ? എന്ന് മാത്രമല്ല, പ്രണയത്തെ മുൻനിർത്തിക്കൊണ്ട് താൻ ശാൽവൻ്റെ മുന്നിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ ഭീഷ്മൻ യഥായോഗ്യമാണ് ഈ ശാൽവപുരിയിലേക്ക് തന്നെ അയച്ചിരിക്കുന്നത്, രാജകുമാരിക്ക് ചേരുന്ന വിധത്തിൽ. അങ്ങനെ അവിടെ ഞാൻ ശാൽവൻ്റെ മുന്നിൽ ചെല്ലുമ്പോഴേക്കും എന്നെ നിന്ദിച്ച് പുറത്തിറക്കി വിട്ട ശാൽവനെ ഞാൻ നിന്ദിക്കുന്നു. പിന്നെയോ ദിക് ധാതാരം അഥാപിവ, ദിക് ധാതാരം, ധാതാവിനെ ബ്രഹ്മാവിനെ ഞാൻ നിന്ദിക്കുന്നു. അദ്ദേഹമാണല്ലോ ഈ പ്രകാരത്തിൽ ഒരു വിധി ശിരസിൽ എഴുതി വിട്ടിരിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ നിശ്ചയമാണല്ലോ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ, ഈ അപായകരമായ അവസ്ഥ എനിക്ക് വരാനുള്ള കാരണം ബ്രഹ്മനിശ്ചയമാണ്. ഞാനിതിൽ ആരെ കുറ്റം പറയും? ബ്രഹ്മാവ് ഇങ്ങനെ നിശ്ചയിച്ചതുകൊണ്ട് തനിക്കിത് പറ്റി എന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മാവിനെ കുറ്റം പറയാം. ഇങ്ങനെ അവൾ ഒന്നൊന്നായിട്ട് ഈ വിപത്ത് സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അതിൻ്റെ കാരണം ഏതാണ്, ആ കുറ്റക്കാരൻ ആരാണ് എന്ന് കൃത്യമായി നിശ്ചയിക്കാനരുതാതെ അവൾ ആ കാട്ടിനുള്ളിലൂടി ലക്ഷ്യമില്ലാതെ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് അവസാനം അവൾ വിചാരിച്ചു, എൻ്റെ അച്ഛൻ ഞാൻ വീര്യശുൽക്കയാണെന്ന് പ്രഖ്യാപിച്ചു. എന്നെ ഭീഷ്മൻ പിടിച്ചുകൊണ്ടുപോയി. അച്ഛൻ പറഞ്ഞതനുസരിച്ചിട്ട് യുദ്ധം ജയിച്ച് അദ്ദേഹം കൊണ്ടുപോയി. ആ ഭീഷ്മൻ കാരണമാണ് ഇങ്ങനൊരു വിപത്ത് എനിക്ക് വന്നത്. ഭീഷ്മൻ എന്നെ പിടിച്ചുകൊണ്ടുപോയില്ലായിരുന്നു എങ്കിൽ ശാൽവൻ എന്നെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിറക്കി വിടുമായിരുന്നില്ല എന്നവൾ ഒരു തീരുമാനത്തിലേക്ക്, ഒരു വിചാരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ എന്തു വേണം? ഭീഷ്മനോട് പ്രതികാരം ചെയ്യണം എന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നി. അവൾ ചിന്തിക്കുന്നു, സാ ഭീഷ്മേ പ്രതികർത്തവ്യം അഹം പശ്യാമി സമ്പ്രതം. ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കാണുന്നത് ഈ ഭീഷ്മനോട് പ്രതികാരം ചെയ്യണം എന്ന്. എങ്ങനെ ഭീഷ്മനോട് പ്രതികാരം ചെയ്യാൻ പറ്റും? മുഴുവൻ രാജാക്കന്മാരും ഒരുമിച്ച് സർവ്വസൈനിക സന്നാഹങ്ങളോടുകൂടിയിട്ട് പോരാടിയിട്ടും ഭീഷ്മനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കവേ താൻ എങ്ങനെ ഭീഷ്മനോട് പ്രതികാരം ചെയ്യും? തപസ്സാവാ, തപസ്സുകൊണ്ടോ, യുധാവാപി, യുദ്ധം കൊണ്ടോ. തപസ്സുകൊണ്ടോ
ആ തപസ്സുകൊണ്ട് ആർജിച്ച ബലത്തിൻ്റെ, ആയുധബലത്തിൻ്റെ, അഭ്യാസബലത്തിൻ്റെ മികവിനാൽ യുദ്ധം കൊണ്ടു ഭീഷ്മനെ താൻ തോൽപ്പിക്കണം, ഭീഷ്മനോട് പ്രതികാരം ചെയ്യണം. ദുഃഖഹേതു സമേമത. ഞാൻ ആലോചിച്ച് നോക്കുമ്പോഴേക്കും എൻ്റെ ദുഃഖത്തിന് ഹേതു ഈ ഭീഷ്മൻ തന്നെയാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് ഞാൻ വരുന്നു. അതിനുള്ള മാർഗം തപസ് അല്ലെങ്കിൽ യുദ്ധം. തപസ്സിൻ്റെ ബലം കൊണ്ട് നേടിയെടുത്ത കരുത്തിനാൽ ഉള്ള യുദ്ധം. ഇങ്ങനെ അവൾ ചിന്തിച്ചു. അങ്ങനെ ഉള്ള ആ യാത്രക്കിടയ്ക്ക് രാത്രിയായി. കാട്ടിലൂടി നടക്കുകയാണ്. അപ്പോൾ എവിടെയാണ് ആശ്രയം? ആശ്രയമൊന്നുമില്ല. നാട്ടിൽ ആരും ആശ്രയം തരില്ല. അവൾ നടന്ന് പോകുമ്പോഴേക്കും ദൂരെ ഒരു പർണാശ്രമം കണ്ടു. കഷ്ടിച്ച് നേരെ ആ ആശ്രമത്തിലേക്ക് ചെന്നു. ധാരാളം തപസ്വികളുണ്ട് അവിടെ. അവർ പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. അവരുടെ എല്ലാം ലക്ഷ്യം തപസ്സാണ്. അങ്ങനെയുള്ള താപസന്മാരുടെ ആശ്രമം കണ്ടപ്പോഴേക്കും അവൾക്ക് സന്തോഷമായി. അവിടെ ചെല്ലാം. അവർക്ക് തൻ്റെ ദുഃഖം മനസ്സിലാകും. അവർക്ക് തനിക്ക് ആശ്രയമരുളാൻ കഴിയും. തപസ്സുകൊണ്ട് ഭീഷ്മനോട് പ്രതികാരം ചെയ്യാമെന്നൊക്കെയാണല്ലോ വിചാരിച്ചത്. അങ്ങനെ തപസ് ചെയ്യുവാനുള്ള ഇടമാണിത് എന്ന് കരുതി അവൾ അവിടേക്ക് ചെന്നു. ആശ്രമം പുണ്യശീലാനാം താപസാനാം മഹാത്മനാം. പുണ്യശീലന്മാരായ മഹാത്മാക്കളായിരിക്കുന്ന താപസന്മാരുടെ ആ ആശ്രമത്തിനുള്ളിലേക്ക് അവൾ പ്രവേശിച്ചു. അവിടെ ഋഷിമാർ അവളെ കണ്ടു. അതീവ സുന്ദരിയായ ഒരു ബാലിക ആശ്രമത്തിലേക്ക് ഏകയായി കടന്നു വരുന്നു. ഈ കാട്ടിനുള്ളിൽ ഈ കുട്ടി എങ്ങനെ വന്നു പെട്ടു? ആരും സഹായികളായിട്ടില്ല. അവർ അത്ഭുതപ്പെട്ടു, ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. അവർ ചോദിച്ചു, കുഞ്ഞെ നീ ആരാണ്? നീ എവിടെ നിന്ന് വരുന്നു? നീ എന്തിനു ഇവിടെ വന്നു? അവർ ചോദിച്ചു. അപ്പോഴേക്കും ആചഖ്യൗച യഥാവൃത്തം സർവം ആത്മനി ഭാരത. അല്ലയോ ദുര്യോധന, അവള് സകല കാര്യങ്ങളും നടന്നതുപോലെ അല്പവും ഒളിച്ചു വെക്കാതെ ആ ഋഷിമാരോട് പറഞ്ഞു. എന്നിട്ട് അവൾക്ക് ഒരു അഭ്യർത്ഥന ആ ഋഷിമാരുടെ മുന്നിൽ സമർപ്പിക്കാനുണ്ടായിരുന്നു. സാദ്വേരം അബ്രവീത് രാജൻ ക്രിയതാം മതനുഗ്രഹ. എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ ആഗ്രഹം ഞാൻ കേൾപ്പിക്കാം. അത് നിറവേറ്റാനായിട്ട് നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ ആഗ്രഹം എന്തെന്നറിയോ? പ്രാവ്രാജ്യം അഹമിച്ഛാമി. ഞാൻ സന്യസിക്കാൻ ആഗ്രഹിക്കുന്നു, തപസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, തപോബലം നേടാൻ ആഗ്രഹിക്കുന്നു. അതിന് പറ്റിയ ഇടമാണിത്. അതുകൊണ്ട് ഇവിടെ താമസിച്ച് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എന്നെ അനുവദിക്കണം, അനുഗ്രഹിക്കണം എന്ന് അവൾ ആ ഋഷിമാരോട് പറഞ്ഞു. ഒരു കാര്യം നിശ്ചയമാണ്. അവൾ പറഞ്ഞു, മയൈവ യാനി കർമാണി പൂർവ്വദേഹേതു മൂഢയ. ബുദ്ധിയില്ലാത്തവളായ ഞാൻ കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ ഏതൊക്കെയോ ദുഷ്ടമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പാപങ്ങളുടെ ഫലമാണ് കൃതാനി നൂനം പാപാനി. നൂനം നിശ്ചയമാണ് ഞാൻ പാപങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ട്. തേഷാം ഏതത് ഫലം ധ്രുവം. ഞാൻ ചെയ്തു പോയ ആ പാപകർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഉറപ്പാണ്. ഏത് കർമ്മം ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഫലം കർത്താവിനെ ബാധിക്കും. നല്ല കർമ്മങ്ങളുടെ ഫലം നല്ലതാണ്, ചീത്ത കർമ്മങ്ങളുടെ ഫലം ചീത്തയാണ്. അത് ആ കർത്താവിൽ വന്നു ചേരും. വന്നു ചേരുന്നതിന് സമയമുണ്ട്. അത് അനേകം കാര്യകാരണ ബന്ധങ്ങളുമായി ചേർന്ന് നിൽക്കുന്നു. അത് വരുമെന്ന് ഉറപ്പാണ്. ചിലപ്പോൾ അപ്പോൾ തന്നെ വരും, സമയം പാകമാണെങ്കിൽ. ചിലപ്പോൾ അത് മാസങ്ങൾ കഴിഞ്ഞോ വർഷങ്ങൾ കഴിഞ്ഞോ ചിലപ്പോൾ ജന്മങ്ങൾ കഴിഞ്ഞോ ആയിരിക്കും അത് വന്നു ചേരുക. വരും എന്നുള്ളത് ഉറപ്പാണ്. ഭാരതീയമായ കർമ്മസിദ്ധാന്തം, വേദാന്തശാസ്ത്രം ഇവിടെ ഈ കഥയ്ക്കകത്തുകൂടി ഇങ്ങനെ കടന്നു വരികയാണ്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമാണ് ഇത് എന്ന് അവൾ പറഞ്ഞു. എനിക്ക് മടങ്ങിപ്പോകാനാവില്ല.
ഋഷിമാർ പരസ്പരം ചിന്തിച്ചു, ഈ കുഞ്ഞിനെ എങ്ങനെ ഇവിടെ താമസിപ്പിക്കും? അവൾക്ക് പറ്റിയ സ്ഥലമല്ലിത്. അവൾ അവളുടെ രക്ഷിതാക്കളുടെ സമീപത്തേക്ക് പോകണം. പലരും അവളോട് ഉപദേശിച്ചു. അവൾ പറഞ്ഞു, നോത്സഹേതു പുനർഗന്ധം സ്വജനം പ്രതി താപസാഹ. അല്ലയോ തപസ്വികളെ, എനിക്ക് സ്വജനങ്ങളുടെ അടുത്തേക്ക് പോകാനാവില്ല, അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാനാവില്ല. എന്നാൽ ശാൽവൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? അതും പറ്റില്ല. ശാൽവൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു. പ്രത്യാഖ്യാത നിരാനന്ദ ശാൽവേനച്ച നിരാകൃത. എന്നെ ശാൽവൻ ഉപേക്ഷിച്ചിരിക്കുന്നു, അവിടെ നിന്നിട്ട് അവമതിച്ച് ഇറക്കി വിട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ശാൽവൻ്റെ വീട്ടിലേക്കും പോകാനാവില്ല, ഹസ്തിനാപുരത്തേക്കും പോകാനാവില്ല. എനിക്ക് പോകാൻ ഒരു ഇടവുമില്ല. എനിക്ക് വിശ്വാസത്തോടുകൂടി കഴിയാൻ പറ്റിയ ഇടം തപസ്വിമാരായ നിങ്ങൾ പാർക്കുന്ന ഈ ആശ്രമമാണ്. എന്നെ ഇവിടെ വസിക്കാനും തപസ് ചെയ്യാനും അനുഗ്രഹിക്കണം എന്ന് അവരോട് അംബ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഋഷിമാർ, അപ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞു, ഋഷിമാർ അവൾക്ക് അന്ന് അവിടെ താമസിക്കുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. അടുത്ത പുലരിയിൽ തന്നെ ഋഷിമാരെല്ലാവരും ഒരുമിച്ച് ആലോചിക്കുകയാണ്, ഇതെങ്ങനെ ഈ കുഞ്ഞിൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാനാകും. ആ കുട്ടി ഇവിടെ നിന്ന് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, അവൾക്ക് പോകാനൊരിടവുമില്ല. പക്ഷെ അവളെ ഇവിടെ താമസിപ്പിക്കാനും പറ്റില്ല. എന്തു ചെയ്യും എന്നിങ്ങനെ അവർ ചിന്തിക്കുന്ന അവസരത്തിൽ അവിടെ അവരെല്ലാം ആദരിക്കുന്ന ഒരു മഹാതപസ്വി അവിടെ വന്നു ചേർന്നു. ഹോത്രവാഹനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം രാജാവായിരുന്നു, അറിയപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ധാർമ്മികനായ രാജാവ്. അദ്ദേഹം തൻ്റെ പുത്രന് രാജ്യമേൽപ്പിച്ചതിന് ശേഷം രാജ്യത്തെ സംരക്ഷിക്കാൻ മകന് പ്രാപ്തിയായി എന്ന് ഉറപ്പ് വന്നപ്പോൾ അവൻ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ രാജ്യത്തെ സംരക്ഷിക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞപ്പോൾ രാജ്യം മകനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം കഠിന തപസ്സിനു വേണ്ടിയിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടതാണ്. വാർദ്ധകേ മുനിവൃത്തീനാം യോഗേന അന്തേ തനുത്യജാം. ശ്രീരാമചന്ദ്രൻ്റെ ആ വംശത്തിൽ പിറന്ന, രഘുവംശത്തിൽ പിറന്ന രാജാക്കന്മാരുടെ പ്രത്യേകതയെക്കുറിച്ച് കാളിദാസൻ പറയുന്നിടത്ത് അദ്ദേഹം കേൾപ്പിക്കും. ശൈശവേ അഭ്യസ്ത വിദ്യാനാം, ശൈശവത്തിൽ വിദ്യ അഭ്യസിക്കുന്നു. യൗവനെ വിഷയീഷണം, യൗവനത്തിൽ രാജ്യത്തെ രക്ഷിക്കുക തുടങ്ങിയതായ ആ കർമ്മങ്ങളിൽ ഭംഗിയായി ഏർപ്പെടുന്നു. വാർദ്ധകേ മുനിവൃത്തീനാം, വാർദ്ധകത്തിൽ തപസ്, മുനിവൃത്തി അത് സ്വീകരിക്കുന്നു. എന്നിട്ട് യോഗശക്തി നേടിയിട്ട് യോഗേന അന്തേ തനുത്യജാം, യോഗശക്തി കൊണ്ട് അവസാനം ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പരമാത്മാവിൽ ലയിക്കുന്നു. ഇതാണ് രഘുവിൻ്റെ വംശത്തിൽ പിറന്ന, സൂര്യവംശത്തിൽ പിറന്ന രാജാക്കന്മാരുടെ പാരമ്പര്യമെന്ന് രഘുവംശ മഹാകാവ്യത്തിൽ കാളിദാസൻ പറയും. അതുതന്നെയാണ് അന്നത്തെ രാജാക്കന്മാർ, പ്രഗത്ഭരായിട്ടുള്ള രാജാക്കന്മാരെല്ലാം ജീവിതത്തിൻ്റെ ബദ്ധാവായിട്ട് സ്വീകരിച്ചു പോകുന്നത്. മകനെ രാജ്യമേൽപ്പിച്ചിട്ട് അദ്ദേഹം തപസ്സിനിറങ്ങി. അങ്ങനെ അദ്ദേഹം രാജർഷിയായി. അങ്ങനെ രാജർഷിയായിരിക്കുന്ന ഹോത്രവാഹനൻ അടുത്ത ദിവസം പുലരിയിൽ ആ ആശ്രമത്തിലേക്ക് കടന്നു വന്നു. എല്ലാവരും അദ്ദേഹത്തെ വണങ്ങി, അദ്ദേഹത്തെ സ്വീകരിച്ചു, അദ്ദേഹത്തെ സൽക്കരിച്ചു, അദ്ദേഹത്തിന് അർഘ്യപദ്യാദികളൊക്കെ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം നമുക്ക് അടുത്ത ദിവസം നേരിട്ട് കേൾക്കാം. ഇതെല്ലാം ഭീഷ്മൻ ദുര്യോധനോട് പറയുന്ന രീതിയിലാണ് മഹാഭാരതത്തിൽ വ്യാസൻ നിബന്ധിച്ചിരിക്കുന്നത്. നമുക്ക് യജ്ഞം എന്നുള്ളത്, ജീവിതത്തെ എങ്ങനെ യജ്ഞമയമാക്കി മാറ്റണം, കടുത്ത പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും യജ്ഞഭാവന നഷ്ടപ്പെടാതെ എങ്ങനെ ആ കർമ്മമണ്ഡലങ്ങളിൽ വ്യാപരിക്കണം എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായിട്ട് ഭീഷ്മൻ്റെ ഈ ജീവിത സംഭവങ്ങളെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കും. നാളെ രാത്രി 8:30 നമുക്കിതേപോലെ ഒരുമിച്ച് കൂടാം. ഇതിൻ്റെ തുടർന്നുള്ളതായ ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിന് നമ്മുടെ ഗുരുനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ
ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ മഹാനുഗ്രഹം നമുക്ക് നൽകിയ സത്യവതി പുത്രനായിരിക്കുന്ന വ്യാസഭഗവാന്റെ പാദപങ്കജങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.